മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇലക്ഷൻ പ്രചാരണം മൗലികാവകാശമല്ലെന്നും അതിനായി ജാമ്യം നൽകരുത് എന്നും ഇ.ഡി. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ആർ അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. അച്യുതൻ, പുതിയ രീതിയിലുള്ള വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇ.ഡി. പറയുന്നു മൗലികാവകാശമല്ല ഇലക്ഷൻ പ്രചാരണം, അതിനായി ജാമ്യം നൽകാൻ പാടില്ല അരവിന്ദ് കെജ്രിവാളിന് എന്നാണ് ഇ.ഡി. പറയുന്നത്. എന്താണ് ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? പ്രജിന് ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി അറിയിച്ചത് ഇടക്കാല ജാമ്യാപേക്ഷ അത്തരത്തിലൊരു അപേക്ഷ മുന്നോട്ട് വെച്ചാൽ അതിൽ എത്രയും വേഗത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നുള്ളത്. കാരണം ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി അതിലെ വാദം പൂർത്തിയാകാൻ കാലതാമസം എടുക്കും എന്നതായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. അരവിന്ദ് കെജ്രിവാൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇ.ഡിയുടെ അറസ്റ്റ് എന്നതായിരുന്നു. എന്തായാലും നാളെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവ് വരാനിരിക്കെയാണ് ഇ.ഡി മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. അതിന്റെ പേരിൽ, പ്രചാരണത്തിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദമാണ് ഇ.ഡി ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പ്രജിൻ. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.